ഹലോ നമസ്കാരം, എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള പി എസ് സി മുൻകാല വർഷങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. കേരളത്തിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി EMS നമ്പൂതിരിപ്പാട്. 1882 കേരള പാട്രിയറ്റ് എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് CV രാമൻപിള്ള. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം അനുവദിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം പുറപ്പെടുവിക്കപ്പെട്ടത് എന്നാണ്? 1947 സെപ്റ്റംബർ 4. കൊച്ചി പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് S നീലകണ്ഠയ്യർ. പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ചാവറ കുര്യാക്കോസ് അച്ഛൻ. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു വിളിച്ചിരുന്ന പേര് പെരിയസ്വാമി. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതി രചിച്ചത് AK ഗോപാലൻ. കേരളത്തിലെ അധസ്ഥിതരെ അടിമസന്തതികൾ എന്ന് വിശേഷിപ്പിച്ചതാര്? ശ്രീ കുമാരഗുരുദേവൻ. കടയപ്പുറത്ത് കുഞ്ഞപ്പ നമ്പ്യാർ ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയത്? KA കേരളീയൻ. ആൻഡമാനിലെ റോസ് ദ്വീപിനെ 2018 ഡിസംബറിൽ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് ഏത്? ശ്രീഹരിക്കോട്ട. ദർപ്പണ എന്ന പേരിൽ നൃത്തവിദ്യാലയം ആരംഭിച്ചതാര്? മൃണാളിനി സാരാഭായ്. ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു? 17 ഭാഷകൾ. ജുനഗഡിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ച നവാബ് ആരാണ്? മുഹമ്മദ് മഹബത്ത് ഖാൻജി മൂന്നാമൻ. നാട്ടുരാജ്യമായ ജുനഗഡിനെ ഇന്ത്യയോട് ചേർത്തതെന്ന്? 1947 നവംബർ 9. ഹൈദരാബാദിനെ വരുതിയിലാക്കാൻ ഇന്ത്യൻ സേന നടത്തിയ നീക്കം എങ്ങനെ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ പോളോ. ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്ന പൃഥ്വി മിസൈലിന്റെ രൂപാന്തരം ഏത്? ധനുഷ്. ഓൾ ഇന്ത്യ റേഡിയോയെ ആകാശവാണി എന്ന് നാമകരണം ചെയ്ത വർഷമേത്? 1957. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായ ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് ഏതാണ്? വീലർ ദ്വീപ്. രക്തലോമികൾ കണ്ടുപിടിച്ചതാര്? മാൽപിജി. പ്ലാസ്മയുടെ 90% ഘടകം? ജലം. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ 100 മില്ലി രക്തത്തിൽ എത്ര ഗ്രാം ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കും? 12 മുതൽ 16 ഗ്രാം. ശ്വേതരക്താണുക്കൾ ഏറ്റവും കൂടുതലുള്ള വിഭാഗം? ന്യൂട്രോഫിൽസ്. പോളിയോ വൈറസിനെ കണ്ടെത്തിയതാര്? കാൾ ലാൻഡ് സ്റ്റെയ്നർ ആൻഡ് എർവിൻ പോപ്പർ. സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടുന്ന രക്തഗ്രൂപ്പ്? AB ഗ്രൂപ്പ്. ഇരുമ്പിന്റെ അഭാവം മൂലം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥ? അനീമിയ. ലോക ഹീമോഫിലിയ ദിനം? ഏപ്രിൽ 17. ഒരു ഘന മില്ലിമീറ്റർ രക്തത്തിൽ അടങ്ങിയ ശ്വേതരക്താണുക്കളുടെ എണ്ണം? 6000 മുതൽ 8000. ചുവന്ന രക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം? ഹീമോഗ്ലോബിൻ. ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം? ഭൂമി. ഭൂമധ്യരേഖയിൽ ഭൂമിയുടെ ചുറ്റളവ് എത്രയാണ്? 40,075 കിലോമീറ്റർ. എന്താണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം. ഭൂവൽക്കത്തിന്റെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകത്തിൽ 3-ാം സ്ഥാനം ഏതിന്? അലുമിനിയം. ഭൂമിയുടെ ഏത് പ്രത്യേകതയാണ് അതിനെ സൗരവാതത്തിൽ നിന്ന് രക്ഷിക്കുന്നത്? ഭൂമിയുടെ കാന്തിക മണ്ഡലം. സൗരയൂഥത്തിൽ ജലം 3 ഭൗതിക അവസ്ഥകളിലും സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം? ഭൂമി. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ? ടെക്ടോണിക്.
വൻകര വിസ്ഥാപന സിദ്ധാന്തം ശാസ്ത്രീയമായി പരിഷ്കരിച്ചത് ആര്? ആൽഫ്രഡ് വേഗ്നർ. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏത്? ഭൂമി. ഭൂമി ഏത് ദിശയിലാണ് സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? 1960 സെപ്റ്റംബർ 19. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന ഖ്യാതി ഏത് നദിക്ക് സ്വന്തമാണ്? ഗംഗ. തെലുഗ് ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണ. മാഹിം ക്രീക്കിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്ന മഹാരാഷ്ട്രയിലെ ഏത് നദിയാണ് മാഹി നദി എന്നുകൂടി അറിയപ്പെടുന്നത്? മിഥി നദി. കാവേരി നദിയുടെ പോഷക നദിയായ ഏത് നദിയുടെ പോഷക നദിയാണ് കോയമ്പത്തൂരിന് ജലം നൽകുന്ന ശിരുവാണിപ്പുഴ? ഭവാനി. സിന്ധുവിന്റെ ഏത് പോഷക നദിയാണ് കാശ്മീരിൽ വേദ് എന്നുകൂടി അറിയപ്പെടുന്നത്? ജലം. നേപ്പാളിൽ നാരായണി എന്നുകൂടി അറിയപ്പെടുന്ന ഏത് നദിയാണ് ബീഹാറിലെ സോണിപൂരിന് സമീപ ഗംഗയിൽ ചേരുന്നത്? ഗണ്ഡകി. ഏത് നദിയാണ് വേദകാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്നത്? യമുന. ടിബറ്റിൽ സാങ്പോ എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? ഗോദാവരി. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും. താങ്ക് യു. ബൈ.